അത്താഴം കഴിക്കാൻ ഇരുന്നപ്പോഴായിരുന്നു എൻ്റെ ആ സുഹൃത്തിൻ്റെ വരവ്. എന്തോ ഒരു അത്യാവശ്യത്തിനായി ഓടിക്കയറി വന്നതുപോലെ എനിക്ക് തോന്നി. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ അല്പം കഴിച്ചു എന്ന് വരുത്തി. കൈ കഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു, "ഈ രാത്രി ഞാനിവിടെ നിന്നോട്ടെ?" "അതിനെന്താ?" എന്ന് ഞാൻ പറയുകയും ചെയ്തു. "ഓ, അല്ലെങ്കിൽ അത് വേണ്ട. വന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ പോട്ടെ." അയാൾ ധൃതി കൂട്ടി. അപ്പോഴാണ് കമ്പനിയുടെ അപായ സൈറൺ മുഴങ്ങിയത്. ഓഫീസിൽ നിന്ന് ടെലിഫോണും വന്നു. "നീ റെസ്റ്റ് എടുക്ക്, ഞാൻ വേഗം വരാം." ഞാൻ ധൃതിയിൽ ഇറങ്ങി. പെരുമഴയായിരുന്നു അപ്പോൾ. പോയിട്ട് മടങ്ങി വന്നപ്പോഴേക്കും നന്നാ താമസിച്ചു. അവനെ മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ല. ടെലിഫോണിൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. നേരം പുലർന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടത്. അവൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പെരുമഴയത്ത് ഡാമിലെ ആ ഒഴുക്കിൽ ചാടി അവൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു കാരണം എന്നതിനേക്കാൾ അപ്പുറം അയാൾ സ്വയം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ കമ്പനിയിലേക്ക് പോകാതിരുന്നെങ്കിൽ, അല്പസമയം കൂടെ അവനോടൊപ്പം ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷേ അവനെ രക്ഷിക്കാമായിരുന്നു. സുഹൃത്തിൻ്റെ മരണത്തിന് കാരണക്കാരൻ അയാളെന്ന് സ്വയം വിലപിച്ച് മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു. അപരൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം തിരിച്ചറിയാതെ പോകുന്നത് അവനെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. ഓടിയെത്തുന്നവന് ചെവി കൊടുക്കുന്നത് അവൻ്റെ ജീവന് ഒരിടം കൊടുക്കലുമാണ്. നൊമ്പരപ്പെടുന്നവനെ തിരിച്ചറിയാനും കേൾക്കാനും ഈ നോമ്പുകൾ ഇടയാവട്ടെ.